മനു തോമസ് വിഷയത്തിലുള്ള പി ജയരാജന്റെ പ്രതികരണം അനവസരത്തിലുള്ളതെന്നുള്ള വിമർശനമാണ് ഉയർന്നുവരുന്നത്. ഫെലിക്സ് ഉണ്ട് കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകാനായിട്ട്. ഫെലിക്സ്, പി ജയരാജനെതിരെ ഉയരുന്ന പ്രധാനപ്പെട്ട വിമർശനം എന്താണ്? അനവസരത്തിൽ എന്ത് പറഞ്ഞതിൽ എന്ത് പ്രശ്നമുണ്ടെന്നുള്ളതാണ് പാർട്ടി നോക്കിക്കാണുന്നത്. ഒപ്പം തന്നെ മറ്റെന്തൊക്കെ പ്രധാനപ്പെട്ട വിമർശനങ്ങളൊക്കെയാണ് സമ്മേളനത്തിൽ ഉയർന്നു വരുന്നത്? CPM കണ്ണൂർ ജില്ലാ സമ്മേളനത്തിലാണ് പി ജയരാജനെതിരെ വിമർശനം ഉയർന്നിട്ടുള്ളത്. മനു തോമസ് വിഷയത്തിലാണ്. അതിൽ മനു തോമസ് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിൽ നിന്നും ഒഴിവായതിനു ശേഷം ചില പ്രതികരണങ്ങൾ നടത്തിയിരുന്നു. അതിൽ പാർട്ടിയെ ചില കൊട്ടേഷൻ സംഘങ്ങളുമായി ബന്ധപ്പെടുത്തുന്ന നേതാവാണ് പി ജയരാജൻ എന്നതായിരുന്നു അന്ന് മനു തോമസ് നടത്തിയ വിമർശനം. ആ വിമർശനത്തോട് പി ജയരാജൻ സോഷ്യൽ മീഡിയ വഴി തന്നെ പ്രതികരിച്ചിരുന്നു. അതിരൂക്ഷമായാണ് മനു തോമസിനെതിരെ പ്രതികരിച്ചത്. ഈ മനു തോമസിനെതിരെ പ്രതികരിച്ച വാക്കുകൾ പാർട്ടിയുമായി ബന്ധപ്പെട്ട ചില കൊട്ടേഷൻ സംഘങ്ങൾ അത് പാർട്ടിയുമായി ബന്ധപ്പെടുത്തി പ്രചരിപ്പിക്കുകയും അത് പാർട്ടിക്ക് പൊതുസമൂഹത്തിനിടയിൽ അവമതിപ്പുണ്ടാക്കി എന്നതാണ് പൊതുവായി ഉയർന്ന വിമർശനം. അതായത് പി ജയരാജൻ മനു തോമസ് വിഷയത്തിൽ അനവസരത്തിലാണ് പ്രതികരിച്ചത്. ആ പ്രതികരണം പാർട്ടിക്ക് ജനങ്ങൾക്കിടയിൽ അപമതിപ്പുണ്ടാക്കി. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പി ജയരാജൻ്റെ പ്രതികരണം അന്ന് ചില കൊട്ടേഷൻ സംഘ നേതാക്കളിലെ സ്വർണ്ണക്കടത്ത് കൊട്ടേഷനുമായി ബന്ധമുള്ള ചിലർ ആ പ്രചരണം ഏറ്റെടുക്കുകയും മനു തോമസിനെതിരെ അത് ഉയർത്തിവിടുകയും ചെയ്തു. അത് പൊതുയിടത്തിൽ അല്ലെങ്കിൽ പൊതുസമൂഹത്തിൽ അത് പാർട്ടിക്ക് അപമതിപ്പുണ്ടാക്കി എന്നതാണ് പി ജയരാജനെതിരെ ഉയർന്ന വിമർശനം. ഒപ്പം തന്നെ പി ദിവ്യ വിഷയത്തിൽ പി ദിവ്യ അനുകൂലിച്ചും പ്രതികൂലിച്ചും പ്രതിനിധികൾ സംസാരിച്ചു. പി ദിവ്യ നടത്തിയ ആ പ്രതികരണം അത് ഒരു അനവസരത്തിലുള്ളതായിരുന്നു, അല്ലെങ്കിൽ അത് ന്യായീകരിക്കാവുന്ന നടപടിയല്ല എന്നതായിരുന്നു സംഘടന ഈ പ്രവർത്തന റിപ്പോർട്ടിലടക്കം ചൂണ്ടിക്കാട്ടിയത്. ഒപ്പം തന്നെ പ്രതിനിധികളോ പി ദിവ്യയുടെ പ്രതികരണം അത് പാർട്ടിക്ക് നാണക്കേടുണ്ടാക്കി, അത് പാർട്ടിക്ക് വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കിയത് എന്ന വിമർശനം ഉന്നയിക്കുകയുണ്ടായി. എന്നാൽ അതേസമയം പി ദിവ്യ പിന്തുണച്ചും പ്രതിനിധികൾ രംഗത്ത് വന്നു. അവർ വ്യക്തമാക്കുന്നത് പി ദിവ്യക്കെതിരെ പാർട്ടി നടപടിയെടുത്തത് അത് പി ദിവ്യ ജയിലിൽ കിടക്കുന്ന സമയത്താണ്. മാത്രമല്ല പി ദിവ്യക്കെതിരെ മാധ്യമങ്ങൾ വാർത്ത അതിൻ്റെ ബലത്തിൽ പി ദിവ്യക്കെതിരെ പാർട്ടി നടപടിയെടുത്തു എന്നൊരു ആക്ഷേപവും നേതൃത്വത്തിനെതിരായ വിമർശനവും ഈ പ്രതിനിധികളുടെ ഭാഗത്തു നിന്നുണ്ടായി. ഏതായാലും ഇന്നിപ്പോൾ പൊതുചർച്ച പൂർത്തിയാകും. തുടർന്ന് PB അംഗം കൂടിയായ മുഖ്യമന്ത്രിയായിരിക്കും ചർച്ചയ്ക്ക് മറുപടി നൽകുക. നാളെ പുതിയ ജില്ലാ സെക്രട്ടറിയെ തെരഞ്ഞെടുക്കും. ഏതായാലും നിലവിലെ സാഹചര്യത്തിൽ MP ജയരാജൻ തന്നെ ജില്ലാ സെക്രട്ടറിയെ തുടരാനാണ് സാധ്യത.